പുഷ്പാന്റെ ഫ്ലവർ കിടയത് അവിഞ്ഞ ചെമ്പരത്തിപ്പൂ. പുഷ്പ 2 അതിൻ്റെ റിവ്യൂമായിട്ടാണ്. അപ്പോൾ പടം കണ്ട് എങ്ങനെയുണ്ട് എൻ്റെ ഒരു അഭിപ്രായമാണ്. നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായം കാണും. സിനിമ തിയേറ്ററിൽ പോയി കാണുക. അപ്പോൾ പുഷ്പ 2 ആദ്യമേ എനിക്ക് പറയാനുള്ളത് സുകുമാർ ജിയുടെ അടുത്താണ്. പുള്ളി എടുത്തു വച്ചിരിക്കുന്ന പടങ്ങളുടെ സ്ക്രിപ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ഒരു ഫയർ സാധനമായിരിക്കും പുള്ളിയുടെ സ്ക്രിപ്റ്റൊക്കെ. പക്ഷേ ഈ സിനിമയിലോട്ട് വരുമ്പോൾ സ്ക്രിപ്റ്റിൽ വന്ന ചില സീരിയൽ ക്രിഞ്ച് സാധനങ്ങളൊക്കെ ഈ സിനിമയിൽ കയറി വന്നതാണ് ഈ സിനിമയെ ഒരു നെഗറ്റീവ് ഷെയ്ഡിൽ സംസാരങ്ങൾ പുറത്തു വരുന്നത്. പിന്നെ നമുക്കറിയാലോ, ഒരു പടം റിലീസായി കഴിയുമ്പോൾ അതിൻ്റെ വെളിയിൽ തന്നെ അത് കവർ ചെയ്യാൻ വേണ്ടി വരുന്ന കുറേ മാധ്യമ ധർമ്മമുള്ള കുറേ യൂട്യൂബ് ചാനൽസ് വന്നിട്ട് നെഗറ്റീവ് ഷെയ്ഡ് പറയുന്ന ആൾക്കാരുടെ അടുത്ത് മാത്രം പോയി മൈക്കും കൊടുത്തു വെച്ചിട്ട് എങ്ങനെയുണ്ട് പടം പുഷ്പ മറ്റേത് മറിച്ച് എന്നൊക്കെ പറയുന്നതിനെക്കാട്ടും ഒരു സിനിമ കണ്ടിറങ്ങുന്ന ഒരു ജെന്യുവിൻ ഒരു പ്രേക്ഷകൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ പടം എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൊമേഴ്ഷ്യൽ പടം കണ്ടിരിക്കാൻ പറ്റിയൊരു പടം. എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പുഷ്പ 1 കണ്ട ഹൈപ്പിൽ പോയി ഇരുന്ന് പുഷ്പ 2 കാണുകയാണെങ്കിൽ ഒരു 2 വർഷത്തെ ശേഷം പുഷ്പ 2 വേണ്ടി വെയിറ്റ് ചെയ്ത് പോയിരുന്ന് കാണുമ്പോൾ ഈ പടത്തിനകത്ത് എന്തുവാടെ ഇത് സീരിയൽ കാണിക്കുന്ന അവസ്ഥ പോലെ ആക്കി കളഞ്ഞു. പക്ഷേ ഏറ്റവും എടുത്ത് പറയാനുള്ള കാര്യം, ഈ പടത്തിൻ്റെ നെടുന്തൂണായി നിൽക്കുന്നത് അല്ലു അർജുൻ തന്നെയാണ്. ഈ പടത്തിൻ്റെ സ്ക്രിപ്റ്റൊക്കെ പല സ്ഥലത്തും പോയി മറ്റേ ഈ സീരിയലിനെക്കാട്ടും അപ്പുറത്തോ വധോ ആയിട്ട് വരുമ്പോഴും പുഷ്പ റോളിൽ വരുന്ന നമ്മുടെ അല്ലു തന്നെയാണ് ഈ പടത്തിൻ്റെ നെടുന്തൂൺ. അതും പോരാഞ്ഞിട്ട് ഈ പടത്തിനകത്ത് മ്യൂസിക് ചെയ്തിരിക്കുന്ന DSP മ്യൂസിക്കൊക്കെ ഈ പടത്തിൽ കുറച്ച് എന്താ പറയുക, പുഷ്പ 1 എഫക്റ്റ് ഈ സിനിമയിലെ പാട്ടുകൾക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വലുതായിട്ടൊന്നും കിട്ടിയില്ല. സത്യം, സിനിമ മൊത്തത്തിൽ ഒരു സീരിയൽ അല്ല. പക്ഷേ സിനിമ 3 മണിക്കൂർ കൊണ്ട് നീട്ടി വലിച്ച് റബ്ബർ ബാൻഡ് വലിച്ചിട്ട പോലെ ആക്കിയ ഒരു സംഭവത്തിനെയാണ് സീരിയൽ എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം വേണ്ടാത്ത പല സീനുകൾ, പറയാത്ത എന്താ പറയുക, ഇങ്ങനെ ഒരു ഡയലോഗ് അടിച്ചാൽ മാത്രമേ ജനത്തിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരൂ എന്നുള്ള ഒരു അവസ്ഥയിൽ വരുന്ന കുറേ ഡയലോഗുകൾ, ഇതൊക്കെ ഒഴിവാക്കായിരുന്നു. കാരണം പുഷ്പ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് സാധനത്തിന് വേണ്ടി ഒരു കഥയായിരുന്നില്ല എന്ന് ഒരു പുഷ്പ 2 സ്ക്രിപ്റ്റ്. പക്ഷേ എന്താ പറയുക, അല്ലു അർജുൻ്റെ ആക്ഷൻ പെർഫോമൻസ് കാണാൻ വേണ്ടി മാത്രം തിയേറ്ററിൽ പോയിരിക്കുന്നവർക്ക് വർത്ത് ക്ലാസ് ആയിട്ടുള്ള ഒരു എൻ്റർടൈനർ തന്നെയാണ് പുഷ്പ 2. അടുത്തതായത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഫാഫ ഒരു പാൻ വൈഡ് എന്താ പറയുക, ഒരു അഭിനയ യൂണിവേഴ്സിറ്റി ഉള്ളൊരു വ്യക്തി, ചെയ്യുന്ന എല്ലാ പടത്തിനകത്തും ഒരു ബെഞ്ച് മാർക്ക് കൊടുക്കുന്ന വ്യക്തി ഈ ഒരു പടത്തിനകത്ത് വന്നിരുന്നിട്ട് പുരുക്കാവുന്നതിനെക്കാട്ടും അപ്പുറത്തൊരു പുരുപ്പം കൊണ്ടുപോയിരിക്കുക. അതായത് എവിടെ കൈ വെച്ചാലും ഉണ്ടെന്ന് പുരുപ്പാണ്. നമുക്ക് ഈ റൺവേ സിനിമയൊക്കെ കണ്ടുവരുന്നതുകൊണ്ട് ഈ സിനിമയിനകത്തുള്ള പല സീനും കാണുമ്പോൾ നമ്മൾ റൺവേയിലെ വാളയാർ പരമശിവമായിട്ട് നമുക്ക് പുഷ്പാണ്ണനെ തോന്നുമെങ്കിലും അതിനകത്തുള്ള ചിഞ്ഞാടനാണ് നമ്മുടെ ഫാഫ. സത്യം പറഞ്ഞാൽ പുള്ളി ലാസ്റ്റ് ചെയ്തത് വലിയ ഒരു ശരിയായ ഒരു കാര്യമാണ്. അത് കുറച്ച് മുമ്പേ ഫസ്റ്റ് ഹാഫിൽ തന്നെ ചെയ്തങ്ങ് പോയിരുന്നേ കുറച്ചും കൂടി നിങ്ങൾക്ക് ഈ ഒരു പുഴുക്കൽ മതിയാക്കായിരുന്നു. പിന്നെ പണം ഈ അപരാധമാണ് മറ്റേതാണ് മറിച്ചാണെന്നൊക്കെ പറയുന്ന ആൾക്കാരുടെ അടുത്ത് സത്യം പറഞ്ഞാൽ ഈ പുഷ്പ 1ൻ്റെ ഹൈപ്പൊന്നും ഇല്ലാതെ പോയിരുന്ന പടം കാണുകയാണെങ്കിൽ നമുക്കൊരു എൻ്റർടൈനറായിട്ട് ഒരു 3 മണിക്കൂർ കണ്ടിറങ്ങി വരാൻ പറ്റിയൊരു പടം തന്നെയാണ് പുഷ്പ 2. അതിനകത്തുള്ള ഈ സീരിയൽ രംഗങ്ങൾക്ക് മാറ്റിയത് കാരണം ഇഷ്ടം പോലെ ആക്ഷൻ സീക്വൻസുകളൊക്കെ എന്ന് പറഞ്ഞാൽ വാരി വെതറി നല്ല സംഭവം. അതായത് അല്ലു അർജുൻ ചെയ്യുന്ന സംഭവങ്ങൾ അത് ആ ഒരു ലെവലിൽ തന്നെയാണ് ഈ പടത്തിനകത്തുള്ളത്. പക്ഷേ എനിക്ക് അതിനകത്ത് ഒരു ചെറിയൊരു തിരുത്തുണ്ട്. ലാസ്റ്റ് ക്ലൈമാക്സിൽ സോംബി ആണോ അതോ കാഞ്ചനയിലുള്ള പ്രേതമാണോ എന്നൊക്കെ ഒരു ഡൗട്ട് അടിക്കുന്ന രീതിയിലത്തെ പെർഫോമൻസ് ആയി പോയത്. അറ്റ്ലീസ്റ്റ് ആ കാലെങ്കിലും പുഷ്പ 1 ആ ക്ലൈമാക്സ് അല്ലെങ്കിൽ പുഷ്പ 1 ആ ചെയ്ത സംഭവത്തിൻ്റെ ഒരു റെഫറൻസ് ഉണ്ടെങ്കിലും പുഷ്പ 2 അത്രയ്ക്കും ഫയർ ആവാൻ പറ്റിയില്ല. ഒരു ചെമ്പരത്തിപ്പൂവായിപ്പോയി. അതാണ് ഞാൻ അവിഞ്ഞൊരു ചെമ്പരത്തിപ്പൂ എന്ന് ഉദ്ദേശിച്ചത്. കാരണം അത്രയ്ക്കൊരു പഞ്ച് ഈ സിനിമയിനകത്ത് കിട്ടിയില്ല. എനിക്ക് പേഴ്സണലി എനിക്ക് പറയാനും കിട്ടിയില്ല. പക്ഷേ ഒരു കണ്ടിരിക്കാൻ പറ്റിയൊരു എൻ്റർടൈനറാണ്, അതിലൊരു സംശയമില്ല. എല്ലാവരും പറയുന്ന പോലെ ഈ ഒരു പടം അപരാധമാണ് മറ്റേന്ന് മറിച്ച് അങ്ങനെയൊന്നും എനിക്ക് പറയാൻ അറിയത്തില്ല. കാരണം ഒരു പടം കണ്ടുകഴിഞ്ഞാൽ അത് ഒട്ടും കാണാൻ കൊള്ളൂല്ലെങ്കിൽ ഞാൻ അതിനെപ്പറ്റി സംസാരിക്കാൻ പറ്റത്തില്ല. എത്രയോ പടങ്ങൾ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇറങ്ങിയ പടങ്ങളെ ഡീഗ്രേഡ് ചെയ്യാനും അതിനെ പറ്റിയിട്ട് മോശമായിട്ടുള്ള കാര്യങ്ങൾ പറയാനും ആൾക്കാരുണ്ട്. അതൊക്കെ ചെവി കേൾക്കാതെ സിനിമ കാണാൻ പോകണം എന്ന് തന്നെയാണ് ഞാൻ നിങ്ങളടുത്തും എനിക്ക് പറയാനുള്ളത്. അല്ലു അർജുനാണ് ഈ സിനിമയിൽ നെടുന്തൂൺ, രണ്ടാമത്തെ DSP, മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ സുകുമാർ ജിയുടെ കുറച്ച് ഡയറക്ടോറിയൽ വർക്ക്. പക്ഷേ അതിൻ്റെ സ്ക്രിപ്റ്റിൽ
പുള്ളിക്ക് എന്ത് പറ്റിയെന്നറിയില്ല. ഇത്തവണ എന്ത് വലിച്ച എഴുതിയെന്നൊന്നും അറിയില്ല. സീരിയൽ കണ്ടാണോ എഴുതിയതെന്നൊന്നും എനിക്കറിയത്തില്ല. റീഷൂട്ടൊക്കെ ചെയ്തൊരു പടം തന്നെയാണ് പുഷ്പ 2. പക്ഷേ ഇത്രയും റീഷൂട്ടിൽ ഈ 3.5 മണിക്കൂറിൽ അതിലകത്ത് 1 മണിക്കൂർ മൊത്തം സീരിയൽ രംഗങ്ങൾ കുത്തി കയറ്റേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ അണ്ണാന്നുള്ള എനിക്ക് ചോദ്യമുണ്ട്. പിന്നെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ആക്ഷൻ സീക്വൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അതിഗംഭീരമായി ചെയ്തിട്ടുണ്ട്. ആകാശം, ഭൂമി, വാട്ടർ, വായു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ സിനിമയിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു ലോജിക്ക് ഇല്ലാത്ത ഒരു പടങ്ങൾ തന്നെയാകും. പിന്നെ ഈ തെലുങ്ക് തമിഴ് പടങ്ങളൊക്കെ തെലുങ്ക് അങ്ങനെ ഒന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വെറും സിനിമ തന്നെയാണ്. സിനിമയായിട്ട് കാണാൻ പറ്റുന്നവർക്ക് മാത്രം പോവുക. ആ സിനിമ ജീവിതമാണെന്ന് പറഞ്ഞ് പോയി കാണുന്നവരുടെ അടുത്ത് നിങ്ങൾക്ക് പറ്റിയ ബയോപിക്കുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും അവാർഡ് പടങ്ങളോ വല്ലതും ആയിരിക്കും. ഒരു എൻ്റർടൈൻമെൻറ്റ് ആക്ഷനൊക്കെ മാസ് മസാല ആക്ഷനൊക്കെ ഉള്ള പടത്തിനകത്ത് ഈ ലോജിക്കില്ലാത്ത അടികളും ലോജിക്കില്ലാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ കഥയിൽ ലോജിക്ക് നോക്കി പോയി കഴിഞ്ഞാൽ നിങ്ങൾ തിയേറ്ററിനകത്ത് വായിൽ വെള്ളം വെച്ചിരിക്കേണ്ട അവസ്ഥ തന്നെയായിരിക്കും എല്ലാ പടത്തിനും കിട്ടാൻ വേണ്ടിയിരിക്കുന്നത്. കാരണം മാസ് മസാല ഇപ്പോൾ ആകാശം, വായു, ഭൂമി എന്നുള്ള സംഭവങ്ങൾ വിട്ടു നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ നടക്കുന്നത്. പിന്നെ പുഷ്പ 2-നകത്ത് ഈ ശ്രീവള്ളിയുടെ ക്യാരക്ടർ അത് എടുത്തു പറയാനുള്ളതാണ്. സെക്കൻഡ് ഹാഫിനകത്ത് വേണ്ടുന്ന കാര്യത്തിന് വേണ്ടി ഫസ്റ്റ് ഹാഫിൽ തന്നെ ഫീലിംഗ് എന്ന് കൊണ്ട രീതിയിൽ ഫസ്റ്റ് ഹാഫിൽ തന്നെ കുറേ വെറുപ്പിക്കലുണ്ടായി. സത്യത്തിൽ ആ ഒരു വെറുപ്പിക്കൽ വേണ്ടായിരുന്നു. ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. ഈ 3 മണിക്കൂർ എന്നുള്ള സംഭവത്തിനകത്ത് പല സാധനങ്ങളും ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞെങ്കിൽ പടത്തിനകത്ത് കുറച്ചും കൂടി സ്പീഡ് കിട്ടിയാൽ പുഷ്പ 1 ലെവലെങ്കിലും എത്താൻ. ഇതിപ്പോൾ പുഷ്പ 1 അടുത്തെത്തിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല. കാരണം പുഷ്പ 1 അത്രയ്ക്ക് മനോഹരമായിട്ട് എൻജോയ് ചെയ്ത് പോയി കണ്ട ഒരു മനുഷ്യന് പുഷ്പ 2 അത്രയ്ക്കും ലെവലൊരു മാസ് കിട്ടൂലെങ്കിലും ഓക്കെ ഒരു കണ്ടിരിക്കാം എന്നുള്ള ഒരു സിനിമ തന്നെയാണ്. പിന്നെ ഈ അപരാധം വിളിയും പിന്നെ തെറി വിളിയൊക്കെ നടത്തുന്ന ഇവിടുത്തെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ പറയുന്ന റിവ്യൂ അനുസരിച്ചായിരിക്കും ചില നാട്ടുകാരും ചില സുഹൃത്തുക്കളും ഒക്കെ സിനിമ കാണാൻ പോകുന്നത്. അവർ കണ്ടിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയട്ടെ. അതിനൊരു അവസരം കൊടുക്കണമെന്നാണ്. കാരണം അല്ലാതെ പിന്നെ തിയേറ്റർ റിലീസ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ പല ആൾക്കാർ OTT റിലീസ് ചെയ്യുമ്പോൾ ചോദിക്കും നിങ്ങൾക്ക് തിയേറ്റർ റിലീസ് ചെയ്യാൻ പോരെ. തിയേറ്റർ റിലീസ് ചെയ്യുമ്പോൾ അവസ്ഥ. അപ്പോൾ OTTയിൽ ഇറങ്ങിയാലും തിയേറ്ററിൽ ഇറങ്ങിയാലും സിനിമയായിട്ട് കാണുക. പിന്നെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ട് അവരാന്നും വിളിക്കാൻ വേണ്ടി മാത്രം വേഷം കെട്ടി വരുന്ന ചില ആൾക്കാരെടുത്ത് പടത്തെ പടമായി കാണാൻ പറ്റുമെങ്കിൽ മാത്രം കലയാണ് തേങ്ങയാണെന്നൊക്കെ പറഞ്ഞ് വന്നിരുന്ന് ഇൻ്റർവ്യൂ ചെയ്യുന്നവരുടെ അടുത്തും എനിക്ക് ഇത് തന്നെയാണ് പറയാനുള്ളത്. സിനിമയായിട്ട് കാണുക. പുഷ്പ 2 വെച്ച് നോക്കുകയാണെങ്കിൽ വലിയ അപരാധമൊന്നുമില്ല. പക്ഷെ പല സ്ഥലത്തുമുള്ള സീരിയൽ ഗിമ്മിക്സ് ആണ് ഈ പടത്തിനകത്ത് വരുന്ന ഏറ്റവും വലിയ പോരായ്മ. പിന്നെ ആ ക്ലൈമാക്സ് സീനിൽ കാഞ്ചന വേഷം കെട്ടി വന്നിട്ടുള്ള കുറച്ച് സമയം ചിരി. അല്ലു അർജുൻ്റെ പടങ്ങൾ നമ്മൾ അമ്മേ എന്നുള്ള രീതി ഇരിക്കുമ്പോൾ പക്ഷെ ഇതിനകത്ത് പോകുന്ന അവസ്ഥയാണ് കുറച്ച് ഭാഗം. പിന്നെ അതിനകത്ത് നമ്മളെ ഫസ്റ്റ് ലുക്ക് വന്നപ്പോൾ ഒരു ഭദ്രകാളി രൂപത്തിൽ ഒരു സാരിയൊക്കെ അമ്മൻ രൂപത്തിൽ സാരിയൊക്കെ ചുറ്റി വരുന്ന ഒരു സംഭവം ഉണ്ടോ എൻ്റെ അമ്മ. അതിൻ്റെ ഒരു ഫൈറ്റ് സീക്വൻസ് സൂപ്പർ തന്നെയാണ്. എടുത്ത് വച്ചിരിക്കുന്നുണ്ടല്ലോ, കിടുക്കായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ പാട്ടുകൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് വലിയ രീതിയിൽ ഇമ്പ്രസ് ആയിട്ട് തോന്നിയിട്ടില്ല. മറ്റേ പുഷ്പ 1 വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ഈ പുഷ്പ 2 വലിയ ഒരു എന്നുള്ള രീതിയില്ല. പക്ഷെ ഒരു അഭിന്ന ചെമ്പരത്തിപ്പൂ അവസ്ഥയായിപ്പോയി. പക്ഷെ 3 മണിക്കൂർ സിനിമയായിട്ട് പോയി മാത്രം കാണാൻ പറ്റുന്ന ഒരുത്തിന് ഒരു എൻ്റർടൈനർ തന്നെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ സിനിമ തിയേറ്ററിൽ പോയി കാണുക. സുകുമാർ ജിയുടെ പുതിയ കഥകളുമായിട്ട് കാത്തിരിക്കുന്നു. പുഷ്പ 3യെ പറ്റി ഉള്ള എൻ്റെ ഒപ്പീനിയൻ ഈ പുഷ്പ 2 നിർത്തുക. കാരണം എൻ്റെ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ആ മറ്റേ പുഷ്പ 3 കാണിക്കുന്ന ടൈറ്റിലിന് മുമ്പേ പടം കട്ട് ചെയ്തിരുന്നെങ്കിൽ നല്ല രസമുണ്ടായിരുന്നു. എന്തായാലും തിയേറ്ററിൽ പോയി കാണുക. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ജെന്യുവൻ ആണെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത ഒരു സിനിമ വിശേഷമായിട്ട് വരാം. എന്തായാലും ഈ വർഷം ഇറങ്ങിയ സിനിമകൾ വെച്ച് നോക്കുകയാണെങ്കിൽ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ഞാൻ പറയുന്നില്ല. എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബറോസുമായി അല്ലെങ്കിൽ മാർക്കോവുമായിട്ട് വരാം.